ഹായ് എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എലൈസയാണ്, എൻസൈം ലിങ്ക്ഡ് ഇമ്യൂണോസോർബൻ അസേ. ഓക്കെ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ELISA അല്ലെങ്കിൽ Enzyme Linked Immunosorbent Assay is a widely used analytical technique in biochemistry and molecular biology for detecting and quantifying proteins, hormones, antibodies, and antigens. Its versatility and sensitivity have made it an essential tool in clinical diagnostics, research, and quality control in various industries. അപ്പം എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ അല്ലെങ്കിൽ എലൈസ എന്ന് പറയുന്നത് ഒരു അനലിറ്റിക്കൽ ടെക്നിക്കാണ്. ബയോകെമിസ്ട്രിയിൽ, മോളിക്കുലർ ബയോളജിയിലൊക്കെ അത് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിറ്റക്റ്റ് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും പ്രോട്ടീൻസ്, ഹോർമോൺസ്, ആൻറ്റിബോഡീസ്, ആൻറ്റിജൻസ് പോലുള്ളതിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും അതിനെ ക്വാണ്ടിഫൈ ചെയ്യാനുമായിട്ടാണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ എന്ന് പറയുന്ന ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ, റിസർച്ചിൽ, വേരിയസ് ഇൻഡസ്ട്രീസിലൊക്കെ ഒരു എസെൻഷ്യൽ ടൂളായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എലൈസ എന്ന് പറയുന്ന ഒരു അനലിറ്റിക്കൽ ടെക്നിക്കാണ് ഇൻ ബയോകെമിസ്ട്രി ആൻഡ് മോളിക്കുലർ ബയോളജി ഫോർ ഡിറ്റക്റ്റിംഗ് ആൻഡ് ക്വാണ്ടിഫൈങ് പ്രോട്ടീൻസ്, ഹോർമോൺസ്, ആൻറ്റിബോഡീസ് ആൻഡ് ആൻറ്റിജൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ടെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ആൻറ്റിജൻ അല്ലെങ്കിൽ ഒരു ആൻറ്റിബോഡിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ ഒരു എൻസൈമുമായിട്ട് ലിങ്ക് ചെയ്യും. ഓക്കെ, ലിങ്ക് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള എന്താണോ സബ്സ്റ്റൻസ് അത് ഡിറ്റർമിൻ ചെയ്യാനുള്ള ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ മെത്തേഡിനെയാണ് നമ്മൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് ആൻറ്റിജൻ ആണോ അല്ലെങ്കിൽ ആൻറ്റിബോഡി ആണോ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതിനെയാണോ അതിനെ ഒരു എൻസൈമുമായിട്ട് ലിങ്ക് ചെയ്ത് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള എന്താണോ സബ്സ്റ്റൻസ് അത് ഡിറ്റർമിൻ ചെയ്യാനുള്ള ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ മെത്തേഡ്. ഓക്കെ, എന്താണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ മെത്തേഡിനെയാണ് നമ്മൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ അല്ലെങ്കിൽ എലൈസ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രിൻസിപ്പിൾസിലേക്ക് പോകാം. Principles of ELISA. ELISA is based on the principle of antigen-antibody interaction. ഓക്കെ, അപ്പം ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ്റെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് എലൈസ എന്ന് പറയുന്ന ടെസ്റ്റ് നടക്കുന്നത്. ദ ബേസിക് ഫോർമാറ്റ് ഇൻവോൾവ്സ് കോട്ടിംഗ് എ മൈക്രോപ്ലേറ്റ് വിത്ത് ആൻ ആൻറ്റിജൻ ഓർ ആൻറ്റിബോഡി ഫോളോഡ് ബൈ ദ അഡിഷൻ ഓഫ് എ സാമ്പിൾ കണ്ടെയ്നിങ് ദ ടാർഗറ്റ് അനലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു മൈക്രോപ്ലേറ്റ്, ഇവിടെ യൂസ് ചെയ്യുന്ന മൈക്രോപ്ലേറ്റ് അതിൻ്റെ പേരാണ് 96 വെൽ പോളിസ്റ്ററൈൻ മൈക്രോടേറ്റർ വെല്ല്. ഓക്കെ, ആ ഒരു മൈക്രോപ്ലേറ്റ് എടുത്തിട്ട് ആൻറ്റിജനെ അല്ലെങ്കിൽ ആൻറ്റിബോഡീനെ അതിനെ കോട്ട് ചെയ്യുക. പിന്നെ ടാർഗറ്റ് അനലൈറ്റ് കണ്ടെയ്ൻ ചെയ്തേക്കുന്ന സാമ്പിളിനെ നമ്മളതിലേക്ക് ആഡ് ചെയ്യും. ഇതാണ് ഈ ഒരു എലൈസയുടെ ബേസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കത് ഓരോന്നോരോന്നായിട്ട് പറയാം. പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തേന്ന് പറയുന്നത് കോട്ടിംഗ് ആണ്. കോട്ടിംഗ് എന്ന് വെച്ചാൽ ദ വെൽസ് ഓഫ് എ മൈക്രോപ്ലേറ്റ് ആർ കോട്ടഡ് വിത്ത് എ സ്പെസിഫിക് ആൻറ്റിജൻ ഓർ ആൻറ്റിബോഡി. ദിസ് ഈസ് യൂഷ്വലി ഡൺ ബൈ ഇൻക്യുബേറ്റിംഗ് ദ പ്ലേറ്റ് ഓവർനൈറ്റ് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മളൊരു മൈക്രോപ്ലേറ്റ് വെല്ലെടുത്തിട്ട് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡീനെ നമ്മളതിലേക്ക് കോട്ട് ചെയ്യുകയും പിന്നീട് അതിനെ ഓവർനൈറ്റ് 4 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യാനും വെക്കുന്നു. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, കോട്ടിങ്. അതായത് മൈക്രോപ്ലേറ്റ് എടുക്കുന്നു, അതിലേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജനെ അല്ലെങ്കിൽ ആൻറ്റിബോഡീനെ കോട്ട് ചെയ്യുന്നു, അതിനെ 4 ഡിഗ്രി സെൽഷ്യസിൽ ഓവർനൈറ്റ് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് ആണ്. To prevent non-specific binding, a blocking solution is added to occupy unbound sites on the plate. അതായത് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ബൈൻഡിങ്ങിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ബ്ലോക്കിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നുണ്ട്. BSA അല്ലെങ്കിൽ കെസൈൻ പോലുള്ള ബ്ലോക്കിംഗ് സൊല്യൂഷൻസാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അൺബൗണ്ട് സൈറ്റ് ഓഫ് ദ പ്ലേറ്റിലെ അൺബൗണ്ട് സൈറ്റിലേക്കാണ് ഇത് ആഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നോൺ ബൈൻഡിങ് ആയിട്ടുള്ള നോൺ സ്പെസിഫിക് ബൈൻഡിങ്ങിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്കിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലേറ്റ് എടുത്തു, പ്ലേറ്റിലേക്ക് ആൻറ്റിജൻ ആണോ ആൻറ്റിബോഡി ആണോ ആൻറ്റിജനെ അല്ലെങ്കിൽ ആൻറ്റിബോഡീനെ നമ്മളതിലേക്ക് കോട്ട് ചെയ്യുന്നു. എന്നിട്ട്
ഓവർനൈറ്റിൽ 4 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോൺ സ്പെസിഫിക് ബൈൻഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലോക്കിംഗ് സൊല്യൂഷൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് സാമ്പിൾ അഡീഷൻ. The sample containing the target analyte is added to the wells. If the target is present, it binds to the coated antigen or antibody. ഓക്കെ, ടാർഗറ്റ് അനലൈറ്റ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സാമ്പിളിനെ നമ്മൾ ആ ഒരു വെല്ലിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലേറ്റ് എടുത്തു, അതിലേക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ആൻറ്റിജൻ അല്ലെങ്കിൽ ഒരു ആൻറ്റിബോഡിനെ നമ്മളതിൽ കോട്ട് ചെയ്ത് 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഓവർനൈറ്റ് ഇൻക്യുബേറ്റ് ചെയ്യാനും വെച്ചു. പിന്നെ നോൺ സ്പെസിഫിക് ബൈൻഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ബ്ലോക്കിംഗ് സൊല്യൂഷനും ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് അനലൈറ്റ് കണ്ടെയ്നിങ് സാമ്പിളിനെ ആ ഒരു വെല്ലിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇഫ് ദ ടാർഗറ്റ് ഈസ് പ്രസൻറ്റ്, അവിടെ ടാർഗറ്റ് പ്രസൻ്റ് ആണെങ്കിൽ ഇറ്റ് ബൈൻഡ്സ് ടു ദ കോട്ടഡ് ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി. നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി ആയിട്ട് അവിടെ ബൈൻഡിങ് നടക്കും. അവിടെ ടാർഗറ്റ് നമ്മൾ ആഡ് ചെയ്ത സാമ്പിളിൽ ടാർഗറ്റ് പ്രസൻ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കോട്ടിങ് പറഞ്ഞു, ബ്ലോക്കിങ് പറഞ്ഞു, സാമ്പിൾ അഡീഷൻ പറഞ്ഞു. ഓക്കെ, അതായത് മൈക്രോപ്ലേറ്റ് എടുത്തു, സ്പെസിഫിക് ആൻറ്റിജനെ അല്ലെങ്കിൽ ആൻറ്റിബോഡിനെ കോട്ട് ചെയ്തു, 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഓവർനൈറ്റ് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഒരു ബ്ലോക്കിംഗ് സൊല്യൂഷനെ ആഡ് ചെയ്യുന്നു, പ്രിവെൻറ്റിങ് നോൺ സ്പെസിഫിക് ബൈൻഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് അനലൈറ്റ് കണ്ടെയ്നിങ് സാമ്പിളിനെ ആ ഒരു വെല്ലിലേക്ക് ആഡ് ചെയ്യും. അവിടെ ആ ഒരു ടാർഗറ്റ് ആ ഒരു സാമ്പിളിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബൈൻഡിങ് നടക്കും, കോട്ട് ചെയ്ത് ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി ആയിട്ട് ബൈൻഡിങ് നടക്കും. ഇനി 4th സ്റ്റെപ്പാണ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് കോട്ടിങ്, സെക്കൻഡ് ബ്ലോക്കിംഗ്, തേർഡ് സാമ്പിൾ അഡിഷൻ, 4th ഡിറ്റക്ഷൻ. എ സെക്കൻഡറി ആൻറ്റിബോഡി ലിങ്ക്ഡ് ടു ആൻ എൻസൈം ഈസ് ആഡഡ്. ദ ആൻറ്റിബോഡി സ്പെസിഫിക്കലി ബൈൻഡ് ടു ദ ടാർഗറ്റ് അനലൈറ്റ്. ഓക്കെ, ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡിനെ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഒരു എൻസൈമുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആൻറ്റിബോഡി, അതായത് ഹോഴ്സ് റാഡിഷ് പെറോക്സിഡൈസ് അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, അങ്ങനത്തെ ഒരു സെക്കൻഡറി ആൻറ്റിബോഡി ലിങ്ക്ഡ് ടു ആൻ എൻസൈമുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി ആൻറ്റിബോഡീനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതാണ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പ്ലേറ്റിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീനെ അല്ലെങ്കിൽ ആൻറ്റിജനെ കോട്ട് ചെയ്തു 4 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചു. പിന്നെ അതിനെ ഒരു ബ്ലോക്കിംഗ് സൊല്യൂഷൻ ഒഴിക്കുന്നു നോൺ സ്പെസിഫിക് ബൈൻഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ടാർഗറ്റ് അനലൈറ്റ് കണ്ടെയ്നിങ് സാമ്പിളിനെ അതിലേക്ക് ആഡ് ചെയ്യുകയും അവിടെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ എന്ത് നടക്കും? ആൻറ്റിജൻ, നമ്മൾ കോട്ട് ചെയ്ത ആൻറ്റിജന് അല്ലെങ്കിൽ ആൻറ്റിബോഡി ആയിട്ട് അവിടെ ഒരു ബൈൻഡിങ് നടക്കും. അത് കഴിഞ്ഞ് ഡിറ്റക്ഷനിൽ നമ്മളൊരു സെക്കൻഡറി ആൻറ്റിബോഡി ലിങ്ക്ഡ് ടു ആൻ എൻസൈമുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി ആൻറ്റിബോഡിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. സെക്കൻഡറി ആൻറ്റിബോഡി ലിങ്ക്ഡ് ടു ആൻ എൻസൈം, അതായത് ഹെറോസ് റാഡിഷ് പെറോക്സൈഡേസോ അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസോ അത് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതാണ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്, 4th സ്റ്റെപ്പ്. ഇനി 5th സ്റ്റെപ്പാണ് സബ്സ്ട്രേറ്റ് അഡീഷൻ. A substrate for the enzyme is added, leading to a color change that can be quantified using a spectrophotometer. The intensity of the color is directly proportional to the amount of target analyte present. ഓക്കെ, സബ്സ്ട്രേറ്റ് അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. ആ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളർ ചേഞ്ചിനെ ലീഡ് ചെയ്യുകയും ആ കളർ ചേഞ്ചിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത് ഒരു സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസ് ചെയ്താണ് അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത്. അതായത് ഈ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നതിലൂടെ അവിടെ കളർ ചേഞ്ച് ഉണ്ടാവുമല്ലോ, ആ കളർ ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്ന് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എത്രത്തോളം ആൻറ്റിബോഡി അല്ലെങ്കിൽ എത്രത്തോളം ആൻറ്റിജൻ ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. The intensity of the color is directly proportional to the amount of target analyte present. അതായത് എത്രത്തോളം ടാർഗറ്റ് അനലൈറ്റ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് കളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്സ്ട്രേറ്റ് നമ്മൾ ആഡ് ചെയ്യുമല്ലോ, അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ലീഡിങ് ടു കളർ ചേഞ്ച്. ആ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നതിലൂടെ കളർ ചേഞ്ച് ലീഡ് ചെയ്യുകയും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എത്രത്തോളം ആൻറ്റിജൻ അല്ലെങ്കിൽ എത്രത്തോളം ആൻറ്റിബോഡി ഉണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളതിനെ അനലൈസ് ചെയ്യുന്നു. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, അനലൈസ് ചെയ്യുന്നു. അവിടുത്തെ അനലൈറ്റ് കോൺസെൻട്രേഷനെ ക്വാണ്ടിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എലൈസയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം എലൈസയുടെ പ്രിൻസിപ്പിൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്? ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കോട്ടിങ്, അതായത് മൈക്രോപ്ലേറ്റ് എടുക്കുന്നു, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡിനെ കോട്ട് ചെയ്യുന്നു, പിന്നെ അതിനെ 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. പിന്നെ നോൺ സ്പെസിഫിക് ബൈൻഡിങ് ആയിട്ട്
ബൈൻഡിങ്ങിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ബ്ലോക്കിംഗ് സൊല്യൂഷന് നമ്മൾ ആഡ് ചെയ്യുന്നു, അതായത് BSA അല്ലെങ്കിൽ കസൈൻ പോലത്തെ. അത് കഴിഞ്ഞ് നമ്മളൊരു ടാർഗറ്റ് അനലൈൻ കണ്ടെയ്നിങ് സാമ്പിളിന് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയും അവിടെ ആ ഒരു ടാർഗറ്റ് പ്രസൻ്റ് ആണെങ്കിൽ ആൻറ്റിജൻ നമ്മൾ കോട്ട് ചെയ്ത ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി ആയിട്ട് ബൈൻഡിങ് നടക്കുന്നു. പിന്നെ നമ്മൾ അതിലേക്കൊരു സെക്കൻഡറി ആൻറ്റിബോഡി ലിങ്ക് ടു ആൻ എൻസൈം, അതായത് എൻസൈമുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഒരു സെക്കൻഡറി ആൻറ്റിബോഡി, അതായത് ഹോസ് റാഡിഷ് പെറോക്സൈഡേസ് അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആഡ് ചെയ്യുകയും പിന്നെ നമ്മൾ സബ്സ്ട്രേറ്റ് അഡീഷനാണ്, കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു സബ്സ്ട്രേറ്റിന് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ നമ്മളതിനെ അനലൈസ് ചെയ്യുന്നു. അതായത് ഈ സബ്സ്ട്രേറ്റ് അഡീഷൻ, ഈ കളർ ചേഞ്ച് ഉണ്ടല്ലോ, ഈ കളർ ചേഞ്ച് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആൻറ്റിജന് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുത്ത സമയത്ത് അവിടെ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. ആ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, കളർ ചേഞ്ച് ഉണ്ടാവുന്നത്. ആ കളർ ചേഞ്ച് പോസിറ്റീവ് ആണെങ്കിലാണ് നമുക്ക് ആൻറ്റിജനെ അല്ലെങ്കിൽ ആൻറ്റിബോഡി ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എലൈസയാണ് പഠിക്കേണ്ടത്. ടൈപ്സ് ഓഫ് എലൈസ നമ്മൾ 4 ടൈപ്സ് ഉണ്ട്. ഡയറക്റ്റ് എലൈസ ഉണ്ട്, ഇൻഡയറക്റ്റ് എലൈസ ഉണ്ട്, സാൻഡ്വിച്ച് എലൈസ ഉണ്ട്, കോമ്പറ്റേറ്റീവ് എലൈസ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് എലൈസയിലേക്ക് പോകാം. ഡയറക്റ്റ് എലൈസ എന്ന് പറയുന്നത് നമ്മൾ പേര് പോലെ തന്നെ ഡയറക്റ്റ് ആണല്ല, എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് പോകാം. അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ബൈൻഡിങ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ആഡിങ് ആൻറ്റിജൻസ് ടു ദ പ്ലേറ്റ്സ് വിച്ച് ആർ ഇൻക്യുബേറ്റഡ് ഫോർ 1 hour at 37 degree Celsius or can be incubated at 4 degree Celsius overnight. അതായത് ഇവിടുത്തെ ഫസ്റ്റ് ബൈൻഡിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റിലേക്ക് ആൻറ്റിജനെ ആഡ് ചെയ്യുകയും അതിനെ ആദ്യം 37 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുക. പിന്നീട് വീണ്ടും ഓവർനൈറ്റ് 4 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻറ്റിജനെ പ്ലേറ്റിലേക്ക് കോട്ട് ചെയ്യുന്നു, പിന്നെ 37 ഡിഗ്രി സെൽഷ്യസിൽ 1 hour ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുന്നു, പിന്നെ 4 ഡിഗ്രി സെൽഷ്യസിൽ ഓവർനൈറ്റ് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുന്നു. ഓക്കെ, വൺസ് ദ ഇൻക്യുബേഷൻ സ്റ്റെപ്പ് ഈസ് കംപ്ലീറ്റഡ്, അതായത് ഇൻക്യുബേഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു വാഷ് ദ പ്ലേറ്റ് ഓഫ് എനി പൊട്ടൻഷ്യൽ അൺബൗണ്ട് ആൻറ്റിജൻസ് ആൻഡ് ബ്ലോക്ക് എനി അൺബൗണ്ട് സൈറ്റ് ഓൺ ദ എലൈസ പ്ലേറ്റ് using agents like BSA, ovalbumin, aprotainin or other animal proteins. അതായത് നമ്മൾ പ്രിൻസിപ്പിളിൽ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അൺബൗണ്ടഡ് ആയിട്ടുള്ള ആൻറ്റിജൻസിനെ അല്ലെങ്കിൽ അൺബൗണ്ടഡ് ആയിട്ടുള്ള സൈറ്റ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വാഷ് ചെയ്യുകയും അതായത് BSA, ഓവാൽബുമിൻ, അപ്രോട്ടൈനിൻ, അതർ അനിമൽ പ്രോട്ടീൻസൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ വാഷ് ചെയ്ത് അൺബൗണ്ടഡ് സൈറ്റ്സിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അൺബൗണ്ട് ആൻറ്റിജൻസിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്ലേറ്റ് എടുത്തു, അതിലേക്ക് ആൻറ്റിജനെ ആഡ് ചെയ്തു, ആദ്യം 37 ഡിഗ്രി സെൽഷ്യസിൽ ഓവർനൈറ്റ് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെച്ചു, പിന്നെ 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ അതിനെ ഒരു ഇൻക്യുബേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്ലേറ്റ്സ്. അതായത് പൊട്ടൻഷ്യൽ അൺബൗണ്ട് ആൻറ്റിജൻസിനെ അല്ലെങ്കിൽ അൺബൗണ്ടഡ് ആയിട്ടുള്ള സൈറ്റ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏതൊക്കെ ഏജൻസി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ BSA, ഓവാൽബുമിൻ, അപ്രോട്ടൈനിൻ, മറ്റ് അനിമൽ പ്രോട്ടീൻസൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത്. The second step is crucial because it prevents the binding of any non-specific antibodies to the plate and minimize false positive result. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. കാരണം അവിടെ എന്ന് പറയുന്നത് എനി നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെ അവിടെ എന്ത് ചെയ്യുന്നത്, ബൈൻഡിങ് ഓഫ്, അതായത് നോൺ സ്പെസിഫിക് ആൻറ്റിബോഡീസിൻ്റെ ബൈൻഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുകയും അത് ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്, അതായത് തെറ്റായ റിസൾട്ട്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ആഫ്റ്റർ ആഡിങ് ദ ബഫർ ദ പ്ലേറ്റ് ഈസ് റീവാഷ്ഡ് ആൻഡ് സെലക്റ്റഡ് എൻസൈം കോൺജുഗേറ്റഡ് പ്രൈമറി ഡിറ്റക്ഷൻ ആൻറ്റിബോഡി ഈസ് ആഡഡ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ ബഫർ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ റീവാഷ് ചെയ്യുകയും വീണ്ടും അതിനെ അതിനെ റീവാഷ് ചെയ്യുകയും പിന്നെ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള എൻസൈം കോൺജുഗേറ്റഡ് പ്രൈമറി ഡിറ്റക്ഷൻ ആൻറ്റിബോഡീനെ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ,
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സെക്കൻഡറി ആൻറ്റിബോഡിയൊന്നും അല്ല യൂസ് ചെയ്യുന്നത്, പ്രൈമറി ആൻറ്റിബോഡീനാണ് നമ്മൾ ഈ ഡയറക്റ്റ് എലൈസയിൽ യൂസ് ചെയ്യുന്നത്. റീവാഷ് ചെയ്തതിന് ശേഷം സെലക്റ്റഡ് ആയിട്ടുള്ള എൻസൈം കോൺജുഗേറ്റഡ് പ്രൈമറി ഡിറ്റക്ഷൻ ആൻറ്റിബോഡീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് വീണ്ടും അതിനെ പ്ലേറ്റിനെ ഇൻക്യുബേറ്റ് ചെയ്യുക, 1 hourലേക്ക് ഇൻക്യുബേറ്റ് ചെയ്യുക. In a direct ELISA, the primary detection antibody binds directly to the protein of interest. Next, the plate is rewashed to remove any unbound antibodies. An enzyme such as alkaline phosphatase or horseradish peroxide is added to the plate, which results in a color change. ഓക്കെ, നമ്മളിപ്പം പ്രൈമറി ആൻറ്റിബോഡി വരെ ആഡ് ചെയ്തു. ഓക്കെ, പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്തിട്ട് പിന്നെ വീണ്ടും അതിനെ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെച്ചിട്ട് വീണ്ടും അതിനെ റീവാഷ് ചെയ്യുന്നു. എന്തിന്? അൺബോണ്ടഡ് ആൻറ്റിബോഡീസിനെ റിമൂവ് ചെയ്യാനായിട്ട് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അല്ലെങ്കിൽ ഹോഴ്സ്റാഡിഷ് പെറോക്സൈഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു പ്ലേറ്റ് റീവാഷ് ചെയ്യുകയും അവിടെ അത് എന്തിൽ റിസൾട്ട് ചെയ്യുന്നു? കളർ ചേഞ്ചിലേക്ക് റിസൾട്ട് ചെയ്യുന്നു. ദ കളർ ചേഞ്ച് ഓഫ് ദ സാമ്പിൾ ഒക്കേഴ്സ് ബൈ എയ്തർ ദ ഹൈഡ്രോളിസിസ് ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഫ്രം ദ സബ്സ്ട്രേറ്റ് ബൈ AP ഓർ ബൈ ദ ഓക്സിഡേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്സ് ബൈ HRP. ഓക്കെ, അപ്പം കളർ ചേഞ്ച് ഉണ്ടായി. ഓക്കെ, അപ്പം കളർ ചേഞ്ച്, അതായത് നമ്മൾ ഒരു പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇൻഡയറക്റ്റ് ELISA ദ പ്രൈമറി ഡിറ്റക്ഷൻ ആൻറ്റിബോഡി ബഫർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേറ്റ് റീവാഷ് ചെയ്തതിന് ശേഷം സെലക്റ്റഡ് ആയിട്ടുള്ള കോൺജുഗേറ്റഡ് പ്രൈമറി ഡിറ്റക്ഷൻ ആൻറ്റിബോഡി ആഡ് ചെയ്തു. പിന്നെ അതിനെ ഇൻക്യുബേറ്റ് ചെയ്തു, വീണ്ടും റീവാഷ് ചെയ്തു. പിന്നെ ഹോഴ്സ്റാഡിഷ് പെറോക്സൈഡും ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, അതായത് കളർ ലീഡ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. അവിടെ കളർ ചേഞ്ച് ഉണ്ടാകുന്നു. ആ കളർ ചേഞ്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എത്രത്തോളം എന്തുണ്ട്, ആൻറ്റിജൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കളർ ചേഞ്ചിലൂടെയാണ് നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഡയറക്റ്റ് ELISA എന്താണെന്ന് മനസ്സിലായോ? ഡയറക്റ്റ് ELISA എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെപ്സ് ഓരോന്നോരോന്നായിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ പ്ലേറ്റ് ഇടുക. പ്ലേറ്റിലേക്ക് നമ്മൾ ആൻറ്റിജനെ എന്ത് ചെയ്യുക? ആൻറ്റിജനെ കോട്ട് ചെയ്യുക. പിന്നീട് അതിനെ 37 ഡിഗ്രി സെൽഷ്യസിൽ 1 hour ഇൻക്യുബേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് 4 ഡിഗ്രി സെൽഷ്യസിൽ ഓവർനൈറ്റ് ഇൻക്യുബേറ്റ് ചെയ്യുക. ഇൻക്യുബേഷൻ നടന്നതിന് ശേഷം ആ പ്ലേറ്റിനെ നമ്മൾ വാഷ് ചെയ്യുക. എന്തിന്? അൺബോണ്ട് ആൻറ്റിജൻസിനെ അല്ലെങ്കിൽ അൺബോണ്ട് സൈറ്റിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വാഷ് ചെയ്യുന്നത്. എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? PSA, ഓവാൽബുമിൻ, അപ്രോട്ടൈനിൻ പോലുള്ളതിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് വാഷ് ചെയ്യുന്നത്. പിന്നീട് അവിടെ ആ ഒരു നോൺ സ്പെസിഫിക് ആൻറ്റിബോഡീസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളവിടെ എന്ത് ചെയ്തു? ബ്ലോക്കിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്തു. ആ ബ്ലോക്കിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നതിലൂടെ അവിടുത്തെ ഫോൾസ് ആയിട്ടുള്ള പോസിറ്റീവ് റിസൾട്ട്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നീട് ബഫർ ആഡ് ചെയ്തതിന് ശേഷം പ്ലേറ്റ് വീണ്ടും എന്ത് ചെയ്യുന്നു? റീവാഷ് ചെയ്തിട്ട് ഒരു സെലക്റ്റഡ് എൻസൈം കോൺജുഗേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി ഡിറ്റക്ഷൻ ആൻറ്റിബോഡീനെ നമ്മൾ ആഡ് ചെയ്തിട്ട് വീണ്ടും 1 hourലേക്ക് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെച്ചു. ഓക്കെ, പിന്നീട് ആ പ്ലേറ്റ് വീണ്ടും റീവാഷ് ചെയ്യുകയും അൺബോണ്ടഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസിനൊക്കെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. എന്തിലൂടെ? അവിടെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അല്ലെങ്കിൽ ഹോഴ്സ്റാഡിഷ് പെറോക്സൈഡൊക്കെയാണ് ആ പ്ലേറ്റിലേക്ക് ആഡ് ചെയ്യുകയും അവിടെ കളർ ചേഞ്ചിന് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, ആ കളർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തിനാണോ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്, എന്ത് സാധനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ എമൗണ്ട്, അതിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തിലൂടെ? കളർ ചേഞ്ചിലൂടെ. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് ELISA എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻഡയറക്റ്റ് ELISA സെക്കൻഡ്. ഓക്കെ, ഇവിടെ ഇൻഡയറക്റ്റ് ELISA എന്ന് പറയുന്നത് ആൻറ്റിജൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഓർ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻഡ് വിത്ത് ആൻ ഇൻഡയറക്റ്റ് ELISA ആസ് എ ആൻറ്റിജനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷനെ നമുക്ക് ഈ ഇൻഡയറക്റ്റ് ELISA വഴിയാണ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സെറം ഓർ സം അതർ സാമ്പിൾ കണ്ടെയ്നിങ് പ്രൈമറി ആൻറ്റിബോഡീസ് ആഡഡ് ടു ആൻ ആൻറ്റിജൻ കോട്ടഡ് മൈക്രോടൈറ്റർ വെൽ ആൻഡ് അലൗഡ് ടു റിയാക്ട് വിത്ത് ദ ആൻറ്റിജൻ അറ്റാച്ച്ഡ് ടു ദ വെൽ. അതായത് ഇവിടെ പ്ലേറ്റ് എടുക്കുന്നു, ആൻറ്റിജനെ കോട്ട് ചെയ്യുന്നു. ഓക്കെ, സെയിം സ്റ്റെപ്പ്, ആൻറ്റിജനെ കോട്ട് ചെയ്യുന്നു പ്ലേറ്റിലേക്ക്. After any free AB1 is washed away, the antibody bound to the antigen is detected by an enzyme
കോൺജുഗേറ്റഡ് സെക്കൻഡറി ആൻറ്റിബോഡി ദാറ്റ് ബൈൻഡ്സ് ടു ABO. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്ലേറ്റ് എടുക്കുന്നു, ആൻറ്റിജനെ ആഡ് ചെയ്യുന്നു, പിന്നെ അതിനെ വാഷ് ചെയ്യുന്നു. എന്തിന്? അൺബൗണ്ടഡ് ആയിട്ടുള്ള സൈറ്റിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വാഷ് ചെയ്യുന്നു. പിന്നെ അവിടെ സെക്കൻഡറി ആൻറ്റിബോഡി, അതായത് എൻസൈമുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി ആൻറ്റിബോഡീനെ നമ്മളവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ആൻറ്റിജനെ പ്ലേറ്റ് ചെയ്തു, പിന്നെ അതിലേക്ക് അൺബൗണ്ടഡുള്ളൊരു സൈറ്റിനെ അതിനെ റിമൂവ് ചെയ്യുന്നു. പ്ലേറ്റിൽ വാഷ് ചെയ്തിട്ട് അൺബൗണ്ടഡ് ആയിട്ടുള്ള സൈഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യുകയും പിന്നെ എന്ത് ആഡ് ചെയ്യുന്നു? സെക്കൻഡറി ആൻറ്റിബോഡീനെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. പിന്നെ അതിനെ വീണ്ടും വാഷ് ചെയ്തിട്ട് സബ്സ്ട്രേറ്റ്, ആ എൻസൈമിന് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം പ്ലേറ്റ് എടുത്തു, ആൻറ്റിജനെ കോട്ട് ചെയ്തു, പിന്നെ അതിനെ വാഷ് ചെയ്തു, പിന്നെ അൺബൗണ്ടഡ് ആയിട്ടുള്ള സൈഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വാഷ് ചെയ്തിട്ട് സെക്കൻഡറി ആൻറ്റിബോഡി, അതായത് എൻസൈമായിട്ട് കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി ആൻറ്റിബോഡീനെ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അതിനെ വാഷ് ചെയ്ത് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നതിലൂടെ എന്തുണ്ടാവുന്നു? കളർ ചേഞ്ച് ഉണ്ടാവുന്നു. കളർ ചേഞ്ച് ഉണ്ടാവുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും അവിടെ നമ്മൾ എന്താണോ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളത്, അപ്പം ആൻറ്റിബോഡിയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കളർ ചേഞ്ച് ഉണ്ടാവുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സാമ്പിളിൽ എത്രത്തോളം ആൻറ്റിബോഡിയുടെ പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഡയറക്റ്റ് എലീസയിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഡയറക്റ്റ് എലീസയിൽ ആദ്യം പ്ലേറ്റ് എടുത്തു, കോട്ട് ചെയ്തു, ആൻറ്റിജനെ കോട്ട് ചെയ്ത് ആദ്യം 37 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ, പിന്നെ 4 ഡിഗ്രി സെൽഷ്യസിൽ ഓവർനൈറ്റ് വെച്ചു. പിന്നെ ആ ഒരു ഇൻക്യുബേഷൻ നടന്നതിന് ശേഷം ആ ഒരു പ്ലേറ്റിനെ വാഷ് ചെയ്ത്, അതായത് അൺബൗണ്ടഡ് ആയിട്ടുള്ള സൈഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വാഷ് ചെയ്യുന്നു. BSE, വാൽബുമിൻ, അപ്രോട്ടൈനൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് പിന്നെ ബഫർ ആഡ് ചെയ്തതിന് ശേഷം പ്ലേറ്റ് വീണ്ടും റീവാഷ് ചെയ്ത് ഒരു പ്രൈമറി ആൻറ്റിബോഡീനെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും 1 അവറിലേക്ക് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ അതിനെ വീണ്ടും റീവാഷ് ചെയ്ത് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അല്ലെങ്കിൽ ഹോഴ്സ് റാഡിഷ് പെറോക്സൈഡ് ആഡ് ചെയ്യുന്നു. കളർ ചേഞ്ച് ഉണ്ടാവുന്നു. കളർ ചേഞ്ച് ഉണ്ടായി നമുക്ക് സാമ്പിളിനെ മെഷർ ചെയ്യാൻ പറ്റും. സാമ്പിളിൽ അടങ്ങിയിട്ടുള്ള എന്താണ് അതിനെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എലീസ സെയിം, അതായത് ആൻറ്റിബോഡീനെയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. സെയിം പോലെ തന്നെ പ്ലേറ്റ് എടുക്കുന്നു, ആൻറ്റിജനെ കോട്ട് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, അൺബോണ്ടഡ് ആയിട്ടുള്ള സൈഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വാഷ് ചെയ്യുന്നു. ഒരു സെക്കൻഡറി ആൻറ്റിബോഡീനെ നമ്മൾ ആഡ് ചെയ്ത് വീണ്ടും വാഷ് ചെയ്ത് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് സബ്സ്ട്രേറ്റ് എന്തിനെ ലീഡ് ചെയ്യുന്നു? കളർ ചേഞ്ചിനെ ലീഡ് ചെയ്യുകയും നമുക്കതിലൂടെ മെഷർ ചെയ്യാനും പറ്റും. ഈ ഒരു ഫിഗർ നോക്കിക്കേ. ആദ്യം ആൻറ്റിജൻ കോട്ടഡ് വെല്ല്, ആൻറ്റിജനെ നമ്മൾ പ്ലേറ്റിലേക്ക് കോട്ട് ചെയ്തല്ലോ, ആ ഒരു വെല്ല്. പിന്നെ അതിനെ വാഷ് ചെയ്തതിന് ശേഷം സ്പെസിഫിക് ആൻറ്റിബോഡി ടു ബി മെഷേർഡ്. ഓക്കെ, വീണ്ടും അതിനെ വാഷ് ചെയ്ത് നമ്മൾ എൻസൈം കോൺജുഗേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡറി ആൻറ്റിബോഡീനെ ആഡ് ചെയ്ത് വീണ്ടും വാഷ് ചെയ്യുന്നു. പിന്നെ അവിടെ ഒരു യെല്ലോ കളറാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു യെല്ലോ കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാൻഡ്വിച്ച് എലീസ. ആൻറ്റിജൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഓർ മെഷർഡ് ബൈ എ സാൻഡ്വിച്ച് എലീസ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഡയറക്റ്റ് എലീസയുടെയും ഇൻഡയറക്റ്റ് എലീസയിലും നമുക്ക് ആൻറ്റിബോഡിയായിരുന്നു ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സാൻഡ്വിച്ച് എലീസയിൽ ആൻറ്റിജനാണ് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, antigen can be detected or measured by sandwich ELISA. In this technique, the antibody is immobilized on a microtiter well. A sample containing an unknown amount of antigen is allowed to react with the immobilized antibody. After the well is washed, secondary enzyme linked antibody specific for a different epitope on the antigen is added and allowed to react with the bound antigen. After any free second antibody is removed by washing, substrate added, the colored reaction product is measured. ഓക്കെ, സാൻഡ്വിച്ച് എലീസ. സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സാധനം വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് 2 എണ്ണം വെച്ചിട്ട് കോട്ട് ചെയ്യുന്നു. ആ ഒരു സംഭവമാണല്ലോ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻറ്റിജനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് എലൈസ യൂസ് ചെയ്യുന്നത്. അപ്പം ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സാധനം നമ്മൾ സെൻറ്ററിലായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ പ്ലേറ്റ് എടുക്കുന്നു. ഈ പ്ലേറ്റിൽ നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് ആൻറ്റിബോഡി പ്രിപ്പറേഷൻസുകളിനെയാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റിലേക്ക് ആദ്യമേ എടുക്കുന്നത്.
അത് കഴിഞ്ഞ് ഓക്കെ. അപ്പം ആൻറ്റിബോഡി കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസ് നമ്മൾ പ്ലേറ്റിലേക്ക് ആഡ് ചെയ്യുകയും പിന്നെ അതിനെ വാഷ് ചെയ്യുകയും അവിടേക്കൊരു സെക്കൻഡ് എൻസൈം ലിങ്ക്ഡ് ആൻറ്റിബോഡി, അതായത് നമ്മൾ സെക്കൻഡറി ആൻറ്റിബോഡി എൻസൈമുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള സെക്കൻഡ് എൻസൈം ലിങ്ക്ഡ് ആൻറ്റിബോഡി ആഡ് ചെയ്യുകയും പിന്നെ അതിനെ ബൗണ്ടഡ് ആൻറ്റിജനായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് അതിനെ അലോ ചെയ്യുകയും ചെയ്യുന്നു. After any free second antibody is removed by washing, substrate is added and the color is measured. അതായത് ഫ്രീ സെക്കൻഡ് ആൻറ്റിബോഡി ഒക്കെ വാഷ് ചെയ്യുന്നതിലൂടെ റിമൂവ് ചെയ്യുകയും പിന്നെ അവിടെ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. ആ സബ്സ്ട്രേറ്റ് എന്തിനാണ്? കളർ ചേഞ്ച് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്ട്രേറ്റിനെ ആഡ് ചെയ്യുന്നത്. പിന്നീട് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാവുകയും ആൻഡ് ദ കളേർഡ് റിയാക്ഷൻ പ്രോഡക്റ്റ് ഈസ് മെഷേർഡ്. കളേർഡ് റിയാക്ഷൻ പ്രോഡക്റ്റ് നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. അപ്പോൾ ആദ്യം പ്ലേറ്റ് എടുക്കുന്നു, പ്ലേറ്റിലേക്ക് ആൻറ്റിബോഡി കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അത് പിന്നീട് വാഷ് ചെയ്ത് സെക്കൻഡ് എൻസൈം ലിങ്ക്ഡ് ആൻറ്റിബോഡീനെ നമ്മൾ ആഡ് ചെയ്യുകയും, അതായത് സെക്കൻഡറി ആൻറ്റിബോഡീനെ ആഡ് ചെയ്തു. പിന്നെ ഫ്രീ സെക്കൻഡ് ആൻറ്റിബോഡീസിനൊക്കെ വാഷിങ്ങിലൂടെ റിമൂവ് ചെയ്ത് സബ്സ്ട്രേറ്റിനെ ആഡ് ചെയ്ത് കളർ റിയാക്ഷൻ പ്രോഡക്റ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ സാൻഡ്വിച്ച് എലീസയിൽ. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ സോലുബിൾ സൈറ്റോകൈനിൻ കോൺസെൻട്രേഷൻസിൽ, അതായത് ടിഷ്യൂ കൾച്ചർ സൂപ്പർനൈറ്റൻസിലെ സോലുബിൾ സൈറ്റോകൈനിൻ കോൺസെൻട്രേഷനെ മെഷർ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു സാൻഡ്വിച്ച് എലൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂസ് എ പെയർ ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡി സ്പെസിഫിക് ഫോർ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ ആൻറ്റിജൻസ്. ഇതിനൊക്കെ ഈ ഒരു എലൈസർ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഫിഗർ നോക്കിയേ. ആദ്യം ആൻറ്റിബോഡി കോട്ടഡ് വെൽ വാഷ് ചെയ്ത് ആൻറ്റിജൻ ടു ബി മെഷേർഡ്, വാഷ് ചെയ്ത് എൻസൈം കോൺജുഗേറ്റ് സെക്കൻഡറി ആൻറ്റിബോഡിനെ വാഷ് ചെയ്ത് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കളർ ചേഞ്ച് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സാൻഡ്വിച്ച് എലൈസയിൽ ഉള്ളത്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ടൈപ്പാണ് കോമ്പറ്റീറ്റീവ് എലൈസർ. കോമ്പറ്റീറ്റീവ് എലൈസർ എന്ന് പറയുന്നത് ആൻറ്റിജൻ്റെ ഇൻറ്റൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ബാക്കി എല്ലാ ടൈപ്സിലും നമ്മൾ ആദ്യം പ്ലേറ്റ് എടുത്തിട്ട് ആൻറ്റിജനെ എടുക്കുന്നു, അല്ലെങ്കിൽ പ്ലേറ്റ് എടുത്തിട്ട് ആൻറ്റിബോഡീനെ എടുക്കുന്നു, അങ്ങനെയാണ് ചെയ്തിട്ട് വന്നത്. പക്ഷേ കോമ്പറ്റീറ്റീവ് എലൈസറിൽ വരുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് എന്ന് പറയാനുള്ളത്, നമുക്ക് ഏത് ആൻറ്റിജനെയാണോ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് അതൊരു ആൻറ്റിബോഡി ആയിട്ട് ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ആൻറ്റിബോഡി കോംപ്ലക്സിനെയാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻറ്റിജനെ അല്ല, ആൻറ്റിബോഡീനെ അല്ല, ആ ഒരു ആൻറ്റിബോഡി കോംപ്ലക്സിനെയാണ് നമ്മൾ പ്ലേറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ആ ഒരു ചേഞ്ച് മനസ്സിലായോ? ഓക്കെ, ഇവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇവിടെ മോർ ആൻറ്റിജൻ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കോട്ട് ചെയ്ത, നമ്മൾ ആദ്യം കോട്ട് ചെയ്തില്ലേ, ആ കോട്ട് ചെയ്ത, അതായത് നമ്മൾ ഓൾറെഡി കോട്ട് ചെയ്ത ആൻറ്റിജൻ ഉണ്ടല്ലോ, ആ ആൻറ്റിജൻ ആൻറ്റിബോഡി ആയിട്ട് വളരെ വീക്കായിട്ടുള്ള സിഗ്നൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കളർ മെഷർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പം സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കളറിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ സബ്സ്ട്രേറ്റ് ആ ഒരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തതിന് ശേഷം കളർ ചേഞ്ച് നോക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ആ ഒരു കളർ ചേഞ്ച് നോക്കുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു കളറ് വീക്ക് സിഗ്നലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളിൽ കൂടുതൽ ആൻറ്റിജൻ ഉണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഫിഗർ ഒന്ന് കാണിച്ചു തരാം, അത് നോക്കിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ആദ്യം നോക്ക്. പ്രീ ഇൻക്യുബേറ്റഡ് ആൻറ്റിബോഡി വിത്ത് ആൻറ്റിജൻ ടു ബി മെഷർ ചെയ്യും. അത് നമ്മൾ നേരത്തെ ഇൻക്യുബേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻറ്റിബോഡി കോംപ്ലക്സിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് ആ ഒരു പ്ലേറ്റിലേക്ക് ആഡ് ചെയ്തത്, പിന്നെ അത് വാഷ് ചെയ്ത് അൺബൗണ്ട് ആൻറ്റിബോഡീസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് സെക്കൻഡറി ആൻറ്റിബോഡി എൻസൈമുമായിട്ട് എൻസൈമുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി ആൻറ്റിബോഡി വിച്ച് ഈസ് സ്പെസിഫിക് ടു പ്രൈമറി ആൻറ്റിബോഡിനെ നമ്മൾ ആഡ് ചെയ്ത് വീണ്ടും പ്ലേറ്റ് വാഷ് ചെയ്ത് അൺബൗണ്ട് ആയിട്ടുള്ള എൻസൈം ലിങ്ക്ഡ് ആൻറ്റിബോഡീസിനെയൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുകയും അവിടെ ഒരു ഫ്ലൂറസെൻറ്റ് സിഗ്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഫ്ലൂറസെൻറ്റ് സിഗ്നൽ
എത്രത്തോളം പവർഫുള്ളാണോ എന്ന് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സാമ്പിളിലുള്ള ആൻറ്റിജൻ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നതിലൂടെ അവിടെ ഒരു ഫ്ലൂറസെൻറ്റ് സിഗ്നൽ ഉണ്ടാവുന്നു. ആ ഒരു ഫ്ലൂറസെൻറ്റ് സിഗ്നൽ എത്രത്തോളം പവർഫുള്ളാണെന്നനുസരിച്ചാണ് നമുക്ക് ആ ഒരു സാമ്പിളിലുള്ള ആൻറ്റിജനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു സിഗ്നൽ വീക്കാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സാമ്പിളിൽ കൂടുതൽ ആൻറ്റിജൻസ് ഉണ്ടെന്നും, അതുപോലെ തന്നെ സിഗ്നൽ വീക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സാമ്പിളിൽ കുറച്ച് ആൻറ്റിജൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. സോറി, ലാസ്റ്റ് പറഞ്ഞത് ഒരു മിസ്റ്റേക്കും കൂടെ ഉണ്ട്. ആ ഒരു സിഗ്നൽ വീക്കാണെന്നുണ്ടെങ്കിലാണ് അവിടെ കൂടുതൽ ആൻറ്റിജൻസ് ആ ഒരു സാമ്പിളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു സിഗ്നൽ പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആൻറ്റിജൻസ് സാമ്പിളിൽ കുറച്ച് ആൻറ്റിജൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോമ്പറ്റീറ്റീവ് കുറച്ചൊന്ന് മനസ്സിലാക്കാനൊന്ന് പാടാണ്. ജസ്റ്റ് എന്തായാലും ഒന്നും കൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ആദ്യത്തെ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, സാൻഡ്വിച്ച് അതൊക്കെ ഓൾമോസ്റ്റ് ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് എലീസ മാത്രമാണ്. ഓക്കെ, ഈ ഒരു ഫിഗറും കൂടെ വെച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഫിഗറും കൂടെ നോക്കിയിട്ട് പഠിക്കുക. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ലാസ്റ്റിലേക്ക് പോവുകയാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻസാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ എലീസ ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ മെഡിക്കൽ ലബോറട്ടറീസ് ഫോർ ഡയഗ്നോസിങ് ഡിസീസസ് സച്ച് ആസ് HIV, ഹെപ്പറ്റൈറ്റിസ്, പിന്നെ അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, എല്ലാം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എലീസ എന്ന് പറയുന്ന ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാക്സിൻ ഡെവലപ്മെൻറ്റ്, വാക്സിൻ റിസർച്ചിൽ എലീസ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ആക്സസിങ് ഇമ്മ്യൂൺ റെസ്പോൺസ് ബൈ മെഷറിംഗ് സ്പെസിഫിക് ആൻറ്റിബോഡീസ് ജനറേറ്റഡ് പോസ്റ്റ് വാക്സിനേഷൻ. ഫുഡ് സേഫ്റ്റിയിൽ യൂസ് ചെയ്യുന്നത് ഡിറ്റക്ട് അലർജൻസ്, പാത്തോജൻസ്, കണ്ടാമിനൻസ്, ഫുഡ് പ്രോഡക്ട്സിലുള്ള കണ്ടാമിനൻസിനെയും പാത്തോജൻസിനെയും അലർജൻസിനെയും ഒക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് എലീസ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്, അതായത് പൊല്യൂട്ടൻസ്, എൻവയോൺമെൻറ്റൽ സാമ്പിൾസിലുള്ള ടോക്സിൻസിനെയും അതിലേക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എലീസ ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് മോളിക്കുലർ ബയോളജിയിൽ എലീസ യൂസ് ടു സ്റ്റഡി പ്രോട്ടീൻ ഇൻ്ററാക്ഷൻസ്, സൈറ്റോകൈനിൻ പ്രൊഡക്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് ബയോളജിക്കൽ പ്രോസസ്സൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എലീസ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻസ് മനസ്സിലായാലും ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ വാക്സിൻ ഡെവലപ്മെൻറ്റിന്, ഫുഡ് സേഫ്റ്റിയിൽ അലർജൻസ്, പാത്തോജൻസിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിന്, പിന്നെ റിസർച്ച് ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഞാനിത് ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. റീസെൻറ്റ് അഡ്വാൻസ്മെൻറ്റ്, എലീസയിലുള്ള റീസെൻറ്റ് അഡ്വാൻസ്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. മൾട്ടിപ്പിൾ എലീസ, നാനോ എലീസ, ഓട്ടോമേറ്റഡ് എലീസ, പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിങ്, ഫ്ലൂഡൈസിക്സ്, ഇതൊക്കെയാണ് റീസെൻ്റ് ആയിട്ടുള്ള എലീസയിൽ വന്നിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? എലീസ അതായത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പറഞ്ഞു, ടൈപ്സ് പറഞ്ഞു, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, സാൻഡ്വിച്ച് ആൻഡ് കോമ്പറ്റീറ്റീവ് എലീസ, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻസും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വായിച്ച് ആ ഒരു ഫിഗറൊക്കെ വെച്ച് ഒന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു.